ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കണ്ടിട്ട് എന്താ തോന്നിയേ? അതേന്ന് നമ്മുടെ പൂരിയുടെ അതേ രീതിയിലിരിക്കുന്നു. പക്ഷേ ആളുടെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊക്കെ ഇത്തിരി വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇങ്ങേര് അങ്ങ് ബംഗാളിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കുന്നതിൽ, ശരിയല്ലേ? അപ്പോൾ നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ, കൊള്ളത്തില്ല, വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തോളുക കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളിതിന് വേണ്ടിയിട്ട് വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചോളാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ തൈര് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഇട്ട് കുഴച്ച് നന്നായിട്ട്, അതായത് നമ്മുടെ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തോളാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുമ്പ് ഇത്തിരി എണ്ണയും കൂടെ തടവി വെക്കാം കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ പണിയായുധങ്ങളൊക്കെ എന്താ, നമ്മുടെ ചപ്പാത്തി പലകയൊക്കെ ഇങ്ങ് എടുത്തോളുക. കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത്, ആ ചപ്പാത്തി പലകയിലും കൂടി ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് പതുക്കെ അങ്ങ് പരത്തിക്കൊള്ളുക. അതെ, ഷേപ്പിലൊക്കെ ഇത്തിരി വ്യത്യാസം വരും കേട്ടോ. കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരണമെന്നൊന്നുമില്ല. അതായത് നമ്മൾ പരത്തുമ്പോൾ പലർക്കും പല രീതിയിലാണേ. ഞാൻ എന്ന് പരത്തിയിട്ടുണ്ടെങ്കിലും നല്ലൊരു ഷേപ്പ് വരണമെന്നൊന്നുമില്ല കേട്ടോ, ഒരിക്കലും വരാറില്ല. പിന്നെ അറ്റപ്പറ്റ അങ്ങും ഇങ്ങുമൊക്കെ എത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. വലിപ്പമൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. സാധാരണ ഉണ്ടാക്കുന്നത് വെച്ചാൽ നല്ല വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കടായി ഒത്തിരി വലുതല്ലാത്തതുകൊണ്ട് ഞാനൊരു മിനിമത്തിൽ അങ്ങോട്ട് പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എന്താ പറയുക, ഒരുപാട് കട്ടി വേണ്ട. അതായത് നമ്മൾ പൂരിക്കൊക്കെ പരത്തി എടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതാ നോക്കിയേ, ഈ പരുവത്തിൽ ഞാനൊന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ചൂടായി, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പൂരി എങ്ങനെയാണോ പിന്നെ എണ്ണയ്ക്കകത്തിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുത്തോളൂ. ഒരുപാട് അങ്ങ് ക്രിസ്പി ആക്കല്ലേ. അതിപ്പോൾ പൂരിയാണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്രിസ്പി ആയി പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അതാണ് കേട്ടോ ഇഷ്ടം. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് ഇതാക്കിയിട്ടില്ല. ജസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അത് നല്ല പൊങ്ങി വന്നു. നല്ല പടക്കം പൊട്ടുന്ന പോലെ. ഇപ്പോൾ പൊട്ടുമോന്നൊന്നും അറിയാൻ മേല, പൊട്ടത്തില്ല, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തോളാം. അപ്പോൾ ഇനി ഓരോന്നും ഇട്ട് കൊടുത്തോളാം കേട്ടോ. അതെ, ഒരെണ്ണം എടുത്ത് രണ്ടാമത് ഇടുന്ന നേരത്തുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടായിട്ട് ഇടാവുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ അത് പൊങ്ങി വരത്തില്ല. നല്ല എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല എന്താ വെച്ചാൽ മൈദയല്ലേ, അപ്പോൾ അതിൻ്റേതായ പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ കൂടെ നമ്മുടെ ചന മസാലയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെയാണ് നമ്മളത് കഴിക്കാറ്. പിന്നെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.